സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ വെനം അപ്പിയർ ചെയ്യുമോ? സ്പൈഡർമാൻ നോവേ ഹോമിന്റെ അവസാനത്തോടെ വെനം തന്റെ ചെറിയൊരു ഭാഗം എർത്ത് 616 ഇട്ടിട്ടാണ് തന്റെ യൂണിവേഴ്സിലേക്ക് മടങ്ങിപ്പോയത്. സ്പൈഡർമാൻ നോവേ ഹോമിന് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. സോ ഈ 4 വർഷങ്ങളായിട്ട് വെനത്തിന്റെ ആ ചെറിയ ഭാഗം എവിടെയായിരുന്നായിരിക്കാം? ഒരു പക്ഷേ തനിക്കായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹോസ്റ്റിനെ തേടി നടക്കുകയായിരിക്കാം വെനം. എല്ലാം നഷ്ടപ്പെട്ട് ഇമോഷണലി ബ്രോക്കൺ ആയ ഒരു ഹോസ്റ്റിനെ ആയിരിക്കാം വെനത്തിന് ആവശ്യം. പീറ്റർ പാർക്കർ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണല്ലോ. ലോകത്തിലുള്ള ഒരാൾക്ക് പോലും പീറ്റർ പാർക്കർ ആരാണെന്ന് അറിയത്തില്ല. തികച്ചും ഒരൊറ്റപ്പെട്ട അവസ്ഥ. യഥാർത്ഥത്തിൽ വെനത്തിനും അതാണ് വേണ്ടത്. ഒരുപക്ഷെ വെനം തനിക്ക് പെർഫെക്റ്റ് ഹോസ്റ്റ് ആയ പീറ്റർ പാർക്കറുമായിട്ട് ബോണ്ട് ആകാൻ കാത്തിരിക്കുകയാകാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ ബൂമറാങ് എന്ന വില്ലനോട് പോരാടുമ്പോൾ വെബ്സിംഗ് ചെയ്യുന്ന സ്പൈഡർമാന്റെ ഒരു ഷോട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു സീന് മാർവൽ സ്റ്റുഡിയോസ് വെറുതെ അങ്ങ് കാണിച്ചതല്ല. 1963 പുറത്തിറങ്ങിയ ദി അമേസിംഗ് സ്പൈഡർമാൻ എന്ന കോമിക്കിന്റെ 345-ാമത്തെ ഇഷ്യൂവിന്റെ കവർ പേജിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മറ്റൊരു ഷോട്ടിൽ ഏതോ ഒരാളെ രക്ഷപ്പെടുത്തി ന്യൂയോർക്ക് സിറ്റിയിലൂടെ വെബ്സിംഗ് ചെയ്തു പോകുന്ന സ്പൈഡർമാനെ നമുക്ക് കാണുവാൻ സാധിക്കും. 1962 പുറത്തിറങ്ങിയ അമേസിംഗ് ഫാന്റസി എന്ന കോമിക്കിന്റെ 15-ാമത്തെ ഇഷ്യൂവിന്റെ കവർ പേജിനെ ഇൻസ്പയർ ചെയ്ത് റീക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു ഷോട്ട്. യഥാർത്ഥത്തിൽ ഒരു കോമിക് ബുക്കിന്റെ കവർ പേജിനെ മൂവി സീൻസ് ആക്കി മാറ്റുകയാണ് മാർവൽ സ്റ്റുഡിയോസ് ഇവിടെ ചെയ്തത്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ 1962 പുറത്തിറങ്ങിയ ദി അമേസിംഗ് ഫാന്റസി എന്ന കോമിക്കിന്റെ 15-ാമത്തെ ഇഷ്യൂവിലാണ് സ്പൈഡർമാൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ സൈഡി സിംഗ് ഉണ്ടാകുമെന്ന് കൺഫേം ആയിട്ടും ട്രെയിലറിൽ ഒരൊറ്റ സീനിൽ പോലും സൈഡി സിംഗിനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. എന്നാൽ ഒരു ഷോട്ടിൽ ഏതോ ഒരാളെ ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണാം. ഒരുപക്ഷെ ആ ക്യാരക്ടർ ജീൻ ഗ്രേ ആയിരിക്കാം. MCUവിൽ ജീൻ ഗ്രേ എന്ന ക്യാരക്ടറായിട്ട് വേഷമിടാൻ പോകുന്നത് സൈഡി സിംഗ് ആണെന്ന് റൂമേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടർ ജീൻ ഗ്രേ ആണെന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു ഷോട്ടിൽ ആ ക്യാരക്ടർ തന്റെ കൈ കൊണ്ട് എന്തോ സിഗ്നൽ കാണിക്കുമ്പോൾ ഒരു വലിയ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നുണ്ട്. ജീൻ ഗ്രേ ആണെങ്കിൽ ഒരു ഒമേഗ ലെവൽ മ്യൂട്ടന്റ് ആണ്. ജീൻ ഗ്രേക്ക് ടെലിപാത്തിക് ടെലികൈനറ്റിക് പവേഴ്സ് ഉണ്ട്. ആ കാരണം കൊണ്ടാണ് ആ ക്യാരക്ടർ ജീൻ ഗ്രേ ആകാമെന്ന് ഞാൻ പറഞ്ഞത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ ഒരു ഷിപ്പിൽ വെച്ച് സ്പൈഡർമാൻ ഒരു വില്ലനെ നേരിടുന്ന ഒരു ചെറിയ ഷോട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ സ്പൈഡർമാൻ നേരിടുന്നത് ട്രാൻഡുല എന്ന വില്ലനെയാണ്. ഈ ഒരു സീന് മാർവൽ സ്റ്റുഡിയോസ് വെറുതെ അങ്ങ് കാണിച്ചതല്ല. 1974 പുറത്തിറങ്ങിയ ദി അമേസിംഗ് സ്പൈഡർമാൻ എന്ന കോമിക്കിന്റെ 134-ാമത്തെ ഇഷ്യൂവിന്റെ കവർ പേജിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല ദി അമേസിംഗ് സ്പൈഡർമാൻ എന്ന കോമിക്കിന്റെ 134-ാമത്തെ ഇഷ്യൂവിലാണ് സ്പൈഡർമാന്റെ വില്ലനായ ട്രാൻഡുല ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ പീറ്റർ പാർക്കറിന്റെ DNA മ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ അവൻ സഹായത്തിനായിട്ട് ചെല്ലുന്നത് സാക്ഷാൽ ബ്രൂസ് ബാനറിന്റെ പക്കലേക്കാണ്. ഇവിടെ ബ്രൂസ് ബാനറിന്റെ വലത്തെ കൈയിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹം ഒരു ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഷാങ്-ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ദി 10 റിംഗ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലും ഷീ ഹൾക്ക് അറ്റേണി അറ്റ് ലോ എന്ന സീരീസിലും ഇതേ ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് ബ്രൂസ് ബാനർ ധരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൾക്കിനെ തിരികെ ഹ്യൂമൻ ഫോമിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ്. എന്നാൽ ഷീ ഹൾക്ക് അറ്റേണി അറ്റ് ലോ എന്ന സീരീസിൽ ഒരു കാർ ആക്സിഡന്റിൽ ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് നശിക്കപ്പെടുകയും ബ്രൂസ് ബാനർ സ്മാർട്ട് ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ബ്രൂസ് ബാനറും ഹൾക്കും 2 വ്യക്തിത്വങ്ങളാണ്. പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി ലോകം മറക്കാൻ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്ത സമയത്ത് ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് മാറിയിട്ടില്ലായിരുന്നു. പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാനെ ബ്രൂസ് ബാനർ മറന്നാലും ഹൾക്ക് മറക്കുമെന്ന് തോന്നുന്നില്ല.